മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേതും മക്കളുടേതും. മകൾ അഹാന ഇതിനോടകം മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നായികയായി വളർന്നു കഴിഞ്ഞു. രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹവും ഗർഭകാലവും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ യൂട്യൂബ് ചാനലുണ്ട്. ഇതിനോടകം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമായി വലിയ കുതിപ്പാണ് യൂട്യൂബിൽ ഓരോരുത്തരുടെയും ചാനൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണയുടെ വളകാപ്പ് ചടങ്ങ് നടത്തിയത്. ഇതിനു പിന്നാലെ ദിയ കൃഷ്ണയ്ക്ക് ആൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണ. 3-ാം മാസത്തിലെ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കി അമ്മയും കുഞ്ഞും ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് പ്രഗ്നൻസി താരപുത്രി റിവീൽ ചെയ്തത്. ലണ്ടൻ ട്രിപ്പിനിടയിൽ പകർത്തിയ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു താൻ ഒരു അമ്മയാകാൻ പോകുന്നുവെന്ന വിവരം ദിയ ആദ്യമായി ആരാധകരെ അറിയിച്ചത്. അതിനു മുൻപ് തന്നെ ആരാധകരുടെ എക്സ്റേ കണ്ണുകൾ ദിയ ഗർഭിണിയാണെന്ന് പ്രവചിച്ചിരുന്നു. ജൂലൈ മാസത്തിലാണ് ഡെലിവറി ഡേറ്റ്. ഗർഭിണിയായ ശേഷം ജീവിതത്തിലെ ഏറ്റവും മനോഹരവും വിശുദ്ധവുമായതെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം തരുന്ന സന്തോഷവും സുഖവും ബുദ്ധിമുട്ടുകളുമെല്ലാം ദിയ ആസ്വദിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 8 മാസം പിന്നിട്ടതേയുള്ളൂ. വിവാഹത്തിന് മുൻപ് തന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിയയ്ക്ക് പ്ലാനുകൾ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ സമയങ്ങളിൽ കൺസീവ് ആകാതിരുന്നപ്പോൾ ഭയപ്പെട്ടിരുന്നുവെന്നും ചികിത്സ തേടിയാലോ എന്ന് പോലും താൻ ചിന്തിച്ചിരുന്നുവെന്നും ദിയ പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അതിനു മുൻപ് തന്നെ ദിയ ഗർഭിണിയായി. ആദ്യത്തെ 2 ട്രൈമസ്റ്റർ തനിക്ക് ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു. എന്നിരുന്നാലും വീട്ടിൽ മടി പിടിച്ച് ഒതുങ്ങിക്കൂടാൻ ദിയ തയ്യാറായിരുന്നില്ല. യാത്രകളും ബിസിനസ്സുമെല്ലാമായി സജീവമായിരുന്നു താരം. ഇക്കഴിഞ്ഞ മെയ് 11-ന് മാതൃദിനത്തിലായിരുന്നു ദിയയുടെ വളകാപ്പ് ചടങ്ങ്. വിവാഹം പോലെ ആഘോഷമായിരുന്ന ചടങ്ങിന്റെ വിശേഷങ്ങൾ വ്ലോഗായി താരപുത്രി പങ്കിട്ടിരുന്നു. എല്ലാം കൊണ്ടും ദിയയുടെ വിവാഹത്തെക്കാൾ മനോഹരമായിരുന്നു വളകാപ്പ് ചടങ്ങ് എന്നായിരുന്നു കമന്റുകൾ. ഇപ്പോഴിതാ വളകാപ്പ് ചടങ്ങിന് ദിയ കയ്യിൽ അണിഞ്ഞിരുന്ന മെഹന്തിയുടെ ചിത്രങ്ങളാണ് ചർച്ചയാകുന്നത്. ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടാലന്റുമാണ്. പക്ഷെ അവർ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇട്ട് തന്നതും അവരുടെ പേജിൽ കണ്ടതുമായ ഡിസൈനുകൾക്ക് മുൻപ് ഞാൻ ഇട്ട ഡിസൈനുകളുമായൊക്കെ സാമ്യമുണ്ടായിരുന്നു. പക്ഷെ വളകാപ്പിന് ഞാൻ ഇട്ട മെഹന്തി ഡിസൈൻ എനിക്ക് മനോഹരമായി ഇട്ട് തന്നത് ഹെന്ന ബൈ സുമി എന്ന പെൺകുട്ടിയായിരുന്നു. ചലഞ്ചിങ് ആയ ഒരു ഡിസൈൻ ആയിരുന്നു സുമിക്ക് ഞാൻ നൽകിയത്. ഒരു കയ്യിൽ ബേബി കൃഷ്ണനും മറ്റൊരു കയ്യിൽ കുഞ്ഞു കൃഷ്ണൻ നടന്നു പോകുന്നതും ചെറിയ കാൽപാദങ്ങളുമായിരുന്നു ഡിസൈൻ. കുട്ടിക്കൃഷ്ണന്റെ മുഖം അലമ്പാക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വളരെ മനോഹരമായി മുഖത്തിന്റെ ആകൃതി അതുപോലെ ഭംഗിയായി വരച്ചിരുന്നു. അധികം സമയമെടുക്കാതെ വളരെ പെട്ടെന്ന് മെഹന്തി ഇടുകയും ചെയ്തു. ഞാൻ കൊടുത്തത് ഒരു ഗുജറാത്തി ഡിസൈൻ ആയിരുന്നു എന്നാണ് ദിയ പറഞ്ഞത്. മെഹന്തി ചിത്രങ്ങൾ വൈറലായതോടെ കുഞ്ഞിന്റെ ലിംഗനിർണയം ദിയ നടത്തിയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ. ആൺകുഞ്ഞ് പിറക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകും ദിയ കയ്യിൽ ഉണ്ണിക്കണ്ണനെ തന്നെ വരച്ചതെന്നും ആരാധകർ പറയുന്നു. ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്താൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ വിദേശത്ത് പോയാൽ എല്ലാവർക്കും കുഞ്ഞിന്റെ ജെൻഡർ മനസ്സിലാക്കാനും ജെൻഡർ റിവീലിംഗ് ചടങ്ങ് നടത്താനും സാധിക്കും. ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ വിദേശത്ത് ദിയ പോയത് കൊണ്ട് കൂടിയാണ് ആരാധകരിൽ സംശയം ബലപ്പെട്ടത്. അടുത്തിടെ ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറക്കുമെന്നാണ് ഒരു ഹസ്തരേഖാ ശാസ്ത്രം പഠിച്ചയാൾ പറഞ്ഞത്. അങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് തനിക്കുണ്ടെന്ന് ദിയയും പറഞ്ഞിരുന്നു. എന്നാൽ ദിയയ്ക്ക് പെൺകുഞ്ഞാകും പിറക്കുക എന്നാണ് ഏറെയും പേരുടെ പ്രവചനം.